നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ പലവിധ എതിർപ്പുമായി സഖാക്കൾ രംഗത്തിറങ്ങിയതുപോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ മിഷൻ സമുദ്ര പദ്ധതിയുമായി രംഗത്ത് വന്നപ്പോഴും ഇതേപോലെ തന്നെ എതിർപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സഖാക്കൾ ഈ എതിർപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള സകലമാന ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം മുൻ അനുഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് ഈ മിഷൻ സമുദ്ര എന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടേ? ഇതൊന്ന് കേട്ടു നോക്കാം. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര എന്താണെന്നറിയാമോ? വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്ന ഈ പോർട്ട് സിറ്റി സങ്കല്പം കേരളത്തിൽ ഇതുവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോയ ഒന്നാണ്. കേരളത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരദേശത്തെയും തുറമുഖങ്ങളെയും ഈ പദ്ധതി ഒന്നിപ്പിക്കും. 3 ഘട്ടങ്ങളിലായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ സ്കീം ആദ്യഘട്ടത്തിൽ ചെറുതും വലുതുമായ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് തീരദേശ ചരക്കു ഗതാഗതം ശക്തമാക്കും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗും സാധ്യമാകുന്നതോടെ ടൂറിസം മേഖല ശക്തമാകും. 3ാം ഘട്ടത്തിൽ കടൽ വഴിയുള്ള ടൂറിസത്തെ കേരളത്തിലെ ആഭ്യന്തര നദികളുമായും കായലുകളുമായി ബന്ധിപ്പിക്കും. മിഷൻ സമുദ്ര എന്ന പേരിൽ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി കേരളത്തെ ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റും. 400 കോടി രൂപയാണ് വി.ഡി. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മിഷൻ സമുദ്രയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങളും ആദ്യഘട്ടത്തിൽ വികസിപ്പിക്കും. മികച്ച രീതിയിൽ നടപ്പിലാക്കാനായാൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാവുന്ന പദ്ധതികളിൽ ഒന്നാണിത്. കൂടുതൽ വിദേശീയരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. കടൽ വഴി കേരളത്തെ ബന്ധിപ്പിക്കുന്നത് സാധാരണക്കാർക്കും വ്യാപാരികൾക്കും വൻകിട ബിസിനസ്സുകൾക്കും വലിയ നേട്ടമാകും. ക്രൂയിസ് ടൂറിസം, മാരിടൈം ഹെറിറ്റേജ് ടൂറിസം, സാഹസിക തീരദേശ ടൂറിസം എന്നിങ്ങനെ വിദേശികളെ ആകർഷിക്കുന്ന വലിയ സാധ്യതകൾ ഈ പദ്ധതിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. സുസ്ഥിര മത്സ്യബന്ധനം, അക്വാകൾച്ചർ, മറൈൻ ബയോടെക്നോളജി, കപ്പൽ നിർമ്മാണം, ഗ്രീൻ പോർട്ടുകൾ എന്നിവയിങ്ങനെ വലിയ സാധ്യതകൾ ഇനിയുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരമൊരു പദ്ധതി വൈകിപ്പോയി എന്ന് പറയുന്നതാകും ശരി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചിൻ പോർട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയ്ക്ക് പുറമെ 17 ചെറുകിട തുറമുഖങ്ങളും വിപുലമായ കായൽ ശൃംഖലയും കേരളത്തിനുണ്ട്. എന്നിട്ടും ഇത്രയും നാൾ നാം ഇതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം.